ഇലക്ട്രിക്കൽ മെഷർമെന്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് റിവിഷൻ ടെസ്റ്റിന്റെ ഫസ്റ്റ് പാർട്ടിലായിരുന്നു 32 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഇവിടെ 33rd ക്വസ്റ്റ്യൻ മുതൽ 50th ക്വസ്റ്റ്യൻ വരെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദി സെക്കൻഡറി ഓഫ് എ കറന്റ് ട്രാൻസ്ഫോമർ ഈസ്. ഒരു കറന്റ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി നമ്മൾ എങ്ങനെയായിരിക്കണം കീപ്പ് ചെയ്യേണ്ടത്? ഒരു കറന്റ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിന്റെ പ്രൈമറി സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈ കറന്റ് ഫ്ലോ ചെയ്യുന്ന സൈഡാണ്. ഈ കറണ്ട് ആണ് നമുക്കൊരു ലോ റേഞ്ച് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ കറണ്ട് ട്രാൻസ്ഫോമർ ഇതാണ്. ഈ കറണ്ട് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സൈഡിൽ മോർ നമ്പർ ഓഫ് ടേൺസ് ആണ്, അതുകൊണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജ് കൂടുതലാണ്. അപ്പോൾ ഒരു കറണ്ട് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. കോൺസ്റ്റന്റ് പവർ ഡിവൈസ് ആയതുകൊണ്ട് അവിടെ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറയും. ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അപ്പോൾ കുറവായിരിക്കും. ആ കറണ്ട് ആണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഇതിന്റെ ട്രാൻസ്ഫർമേഷൻ റേഷ്യോക്ക് ബേസ് ചെയ്തായിരിക്കും ആ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇനി ഈ കറണ്ട് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ സെക്കൻഡറി സൈഡ് നമ്മൾ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ പ്രൈമറിയിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ N1 നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന MMF N1 I1 ആണ്. അത് കാരണം ഉണ്ടാവുന്ന ഫ്ലക്സ് ϕ1 ആണ്. ഇനി ഈ ϕ1 ഫ്ലക്സ് സെക്കൻഡറി കോയിലിൽ ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ N2 നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. അതിൽ I2 കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് ϕ2 ആണ്. അപ്പൊ ഈ ϕ1 മൈനസ് ϕ2 എന്ന് പറയുന്ന ഒരു ലോ റേഞ്ച് വാല്യൂ ആണ് ഈ പറയുന്ന കോറിക്കോടെ കറന്റ് ട്രാൻസ്ഫോമറിന്റെ കോറിക്കോടെ ഫ്ലോ ചെയ്യുന്നത്. ഇനി സപ്പോസ് നമ്മുടെ സെക്കൻഡറി സൈഡ് ഓപ്പൺ ആണെങ്കിൽ അവിടുത്തെ കറണ്ട് 0 ആയിരിക്കും. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോറിക്കോടെ ഫ്ലോ ചെയ്യുന്ന നെറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് പ്രൈമറി കാരണമുള്ള ഫ്ലക്സ് ആയിരിക്കും. അതൊരു വലിയ വാല്യൂ ആണ്. അതുകൊണ്ട് നമ്മുടെ സെക്കൻഡറി സൈഡിൽ വെരി ലാർജ് EMF വിൽ ബി ഇൻഡ്യൂസ്ഡ്. അത് ഓപ്പൺ ആണ് താനും. അപ്പൊ അവിടുത്തെ മീറ്റേഴ്സിനെയും വൈൻഡിങ്ങിനെയൊക്കെ അത് ഡാമേജ് ചെയ്യും. പിന്നെ ഇനി അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കും അത് ദോഷമാണ്. അതുകൊണ്ടാണ് നമ്മൾ കറന്റ് ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി സൈഡ് ഓപ്പൺ ചെയ്തിടാൻ പാടില്ല. എന്തെങ്കിലും ഒരു ലോ റെസിസ്റ്റൻസ് വെച്ചിട്ടെങ്കിലും നമ്മളത് ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, slow and continuous rotation of aluminum disc in an energy meter when pressure coil alone energized is called. സ്ലോ ആൻഡ് കണ്ടിന്യൂസ് റൊട്ടേഷൻ ഓഫ് അലുമിനിയം ഡിസ്ക് എനർജി മീറ്ററിൽ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ക്രീപ്പിംഗ് എറർ എന്നാണ് വിളിക്കുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റീഡിംഗ് ഓഫ് മെഗർ വെൻ ദ ടെർമിനൽസ് ആർ ഓപ്പൺഡ് ഈസ്. മെഗർ നമ്മൾ റെസിസ്റ്റൻസ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ടെർമിനൽസ് ഓപ്പൺ ആണെങ്കിൽ അവിടെ കാണിക്കുന്നത് ഇൻഫിനിറ്റി റെസിസ്റ്റൻസ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ക്യാൻ ബി റിഗാർഡഡ് ആസ് ഡാഷ് ട്രാൻസ്ഫോമർ. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. കാരണം ഇതിന്റെ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ സെക്കൻഡറി സൈഡ് ലോ വോൾട്ടേജ് ആണ്. അത് നമ്മളൊരു വോൾട്ട് മീറ്റർ യൂസ് ചെയ്ത് മെഷർ ചെയ്യുന്നു. പക്ഷെ കറന്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അപ്പൊ വ്യത്യാസം ഓർത്ത് വേണം പഠിക്കാൻ. പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടങ് ടെസ്റ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഹാവിംഗ്. നമ്മൾ കണ്ടിരുന്നു ടങ് ടെസ്റ്റർ എന്ന് പറയുന്നത് ഒരു കറന്റ് ട്രാൻസ്ഫോമർ മാത്രമല്ല, കറന്റ് ട്രാൻസ്ഫോമർ വിത്ത് അമ്മീറ്ററിനെയാണ് ടങ് ടെസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഏറ്റവും അക്യുറേറ്റ് ഉള്ള ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഓർഡർ ടു പ്രിവെന്റ് ക്രീപ്പിംഗ് എനർജി മീറ്റർ ഡാഷ് ഈസ് പ്രൊവൈഡഡ്. നമ്മൾ ക്രീപ്പിംഗ് എറർ കുറയ്ക്കാൻ നമ്മൾ ചെയ്യുന്നത് അവിടുത്തെ അലൂമിനിയം ഡിസ്കില് ഡയമെട്രിക്കലി നമ്മൾ 2 ഹോൾസ് ഇട്ട് കൊടുക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ക്രീപ്പിംഗ് എറർ കുറയ്ക്കാൻ ചെയ്യുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഹോൾസ് ആർ ഡ്രിൽഡ് ഇൻ ദ സൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡറി ഓഫ് കറന്റ് ട്രാൻസ്ഫോമർ വിൽ ഹാവ്. കറന്റ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അതിന്റെ സെക്കൻഡറി സൈഡ് മോർ നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്. കാരണം അതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇവിടെ കുറച്ച് കറണ്ട് ലോ കറണ്ട് ഫ്ലോ ചെയ്താൽ മതി. അപ്പൊ ലോ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് ഹൈ വാല്യൂ ആയിരിക്കണം. അപ്പൊ റെസിസ്റ്റൻസ് ഹൈ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. സോ ഏരിയ എങ്ങനെയായിരിക്കണം? കുറവായിരിക്കണം. സോ മോർ ടേൺസ് ഓഫ് തിൻ ഗേജ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Next question, if the current transformer is rated as 100 ampere by 5 ampere, the multiplying factor K is equal to. ഒരു multiplying factor ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് അവിടുത്തെ പ്രൈമറി വോൾട്ടേജ് ബാർ സെക്കൻഡറി വോൾട്ടേജ് ആണ്. ദാറ്റ് ഈസ് 100 divided by 5 ആണ് അവിടുത്തെ multiplying factor എന്ന് പറയുന്നത്. So the answer will be 20. Option C ആണ് correct answer. In MI type instrument, error due to hysteresis
ഈസ് മിനിമൈസ്ഡ് ബൈ യൂസിങ്. ഈ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ് കാരണമുള്ള എറർ കുറയ്ക്കാനായിട്ട് നമ്മൾ MI ടൈപ്പ് ഇൻസ്ട്രുമെന്റിൽ ചെയ്യുന്നത് നമ്മൾ നിക്കൽ അതുപോലെ തന്നെ അയൺ അലോയ് ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുക. അയൺ പാർട്ടായിട്ട് നമ്മൾ നിക്കൽ പ്ലസ് അയൺ അലോയ് ആണ് യൂസ് ചെയ്യുക. ഇവരെയാണ് നമ്മൾ പെർമലോയ് എന്ന് വിളിക്കുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് എറേഴ്സ് ഇൻ PMMI ഇൻസ്ട്രുമെന്റ്. അവിടെ ഹിസ്റ്ററിസിസ് എറർ കുറയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നിക്കൽ അയൺ അലോയ് ആണ്. ഇതാണ് പെർമലോയ് എന്ന് പറയുന്നത്. Next question. In gravity controlled instrument, the deflection angle is proportional to. Main ആയിട്ട് രണ്ട് തരം കൺട്രോളിംഗ് ആണുള്ളത്. സ്പ്രിംഗ് കൺട്രോളും ഉണ്ട്, ഗ്രാവിറ്റി കൺട്രോളും ഉണ്ട്. ഇൻ ഗ്രാവിറ്റി കൺട്രോൾ നമുക്കറിയാം അവിടെ സൈൻ തീറ്റ പ്രൊപ്പോർഷണൽ ടു നമ്മുടെ മെഷറന്റ് ആണ്. നമ്മളോട് ഇവിടെ ഡിഫ്ലക്ഷൻ ആംഗിൾ തീറ്റയാണ് ചോദിച്ചിട്ടുള്ളത്. സോ തീറ്റ വിൽ ബി പ്രൊപ്പോർഷണൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് ഐ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question. Which of material is most preferred for control spring? Control spring ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോസ്ഫർ ബ്രോൺസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Swamping resistance is used in meters too. സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് നമുക്ക് ടെമ്പറേച്ചർ എറർ കുറയ്ക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അമ്മീറ്റർ കാലിബ്രേഷനിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ ടെമ്പറേച്ചർ എറർ ആണ് തന്നിട്ടുള്ളത്. സോ ഓപ്ഷൻ ബി കോമ്പൻസേറ്റ് ദ എറർ ഡ്യൂ ടു ടെമ്പറേച്ചർ വേരിയേഷൻ ആണ് കറക്റ്റ് ആൻസർ. നമ്മൾ ക്ലാസ്സിലെ എറേഴ്സ് ഇൻ PMMC ഇൻസ്ട്രുമെന്റ് പറഞ്ഞപ്പോൾ ടെമ്പറേച്ചർ എററിന്റെ കാര്യവും അതിൽ സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് പറയുന്നുണ്ട്. ഈ സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മാംഗനിൻ ആണ്. അതുപോലെ സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുക വഴി നമുക്ക് അമ്മീറ്ററിന്റെ കാലിബ്രേഷനും സഹായിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ് ദ സെൻസിംഗ് വയർ ഇസ് മെയ്ഡ് ഓഫ്. സെൻസിംഗ് വയർ ഉണ്ടാക്കിയിരിക്കുന്നത് പ്ലാറ്റിനം ഇറിഡിയം വെച്ചിട്ടാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇതാണ് ഒരു ഹോട്ട് വയർ ഇൻസ്ട്രുമെന്റ്. ഇവിടെ നമ്മൾ ഹോട്ട് വയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനം ഇറിഡിയം വയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രീക്വൻസി ഈസ് മെഷേർഡ് ബൈ. ഡി സോട്ടീസ് ബ്രിഡ്ജും അതുപോലെ ഷെറിംഗ് ബ്രിഡ്ജും നമ്മൾ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനാണ്. ആൻഡേഴ്സൺ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത് അക്യുറേറ്റ് ആയിട്ട് ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാനാണ്. അപ്പൊ ഫ്രീക്വൻസി മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വെയിൻസ് ബ്രിഡ്ജ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോ റെസിസ്റ്റൻസ് ഈസ് മെഷേർഡ് ബൈ. ലോ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കെൽവിൻസ് ബ്രിഡ്ജ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a moving iron instrument, 12 ampere current causes a deflection of needle by 60 degree. For deflection of 15 degree, the current required will be. അപ്പോൾ ഒരു മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റില് കറന്റും ഡിഫ്ലക്ഷനും തമ്മിലുള്ള റിലേഷൻ അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ഡിഫ്ലക്ഷൻ തീറ്റ വിൽ ബി പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ ഇൻ മൂവിംഗ് അയൺ ഇൻസ്ട്രുമെന്റ്. അപ്പൊ θ1 പ്രൊപ്പോർഷണൽ ടു I1 സ്ക്വയർ ആണെങ്കിൽ θ2 പ്രൊപ്പോർഷണൽ ടു I2 സ്ക്വയർ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് I2 ആണ്. സോ I2 സ്ക്വയർ ഡിവൈഡഡ് ബൈ I1 സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? θ2 ഡിവൈഡഡ് ബൈ θ1 ആണ്. Therefore I2 is equal to θ2 into I1 square divided by θ1 the whole root. θ2 എന്ന് പറയുന്നത് 15 ആണ്. 15 into I1 square എന്ന് പറയുന്നത് 12 square ആണ്. Divided by θ1 എന്ന് പറയുന്നത് 60 ആണ്. ഇതിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ root of 36, that is answer 6 ampere. Option A ആണ് correct answer. Next question. Most accurate instrument in the following. Moving iron, PMMC dynamometer, repulsion type. Most accurate തന്നിരിക്കുന്നതിൽ PMMC instrument. Option B ആണ് correct answer. Next question. A power factor meter has dash control spring. ഒരു പവർ ഫാക്ടർ മീറ്റർ അല്ലെങ്കിൽ ഒരു അയൺ പവർ ഫാക്ടർ മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ കൺട്രോൾ സ്പ്രിങ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നോ കൺട്രോൾ സ്പ്രിങ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 0 കൺട്രോൾ സ്പ്രിങ്. അപ്പൊ ഇത്രയാണ് നമ്മൾ റിവിഷൻ ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇലക്ട്രിക്കൽ മെഷർമെന്റിൽ നിന്നുള്ള 50 ക്വസ്റ്റ്യൻസ്. യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.